അഞ്ജൂസ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കൂന്തൽ വഴറ്റി വറ്റിച്ചത്. കൂന്തൽ അഥവാ കണവ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. 2 വിസൽ കേൾപ്പിക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. 1 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം. സവാള മീഡിയം സൈസ് 3 എണ്ണം, 2 പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, തക്കാളി അരച്ചെടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടി ഓരോ ടേബിൾ സ്പൂൺ വീതം, ഗരം മസാല കുരുമുളക് പൊടി ഓരോ ടീസ്പൂൺ വീതവും. അടുപ്പിൽ കടായി വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ സവാളയും പച്ചമുളക് കീറിയതും വേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റി എടുക്കാം. വേഗം വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി 1 നുള്ള് ഉപ്പിട്ട് വഴറ്റാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. സവാള വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റുക. നന്നായി പൊടികളിട്ട് മൂപ്പിച്ചെടുക്കാം. സവാളയിൽ പൊടികളിട്ട് നന്നായി മൂപ്പിക്കണം. നന്നായി മൂപ്പിച്ചതിന് ശേഷം മാത്രം തക്കാളി മീഡിയം സൈസ് 2 തക്കാളി അരച്ച് പേസ്റ്റായത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി പച്ചമണം മാറി വെന്ത് കിട്ടണം. വെന്ത് തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ കണവ വേവിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കണവയിൽ വേവിച്ച് വെച്ച കണവ ഇതിലേക്ക് ഇടാം. കണവ ചേർത്ത് സവാളയായിട്ടുള്ള ഗ്രേവി നന്നായി ഇളക്കി മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വരുമ്പോൾ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കണവ റെഡിയായിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.